പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാൽ പ്രത്യേകത ഉണ്ട് താനും. അതെന്താണ് കാര്യം? ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഇറ്റാലിയൻ ലാംഗ്വേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ത്? വെർബുകൾ അല്ലേ? എല്ലാ ലാംഗ്വേജിലുണ്ട് വെർബുകൾ, ഇറ്റാലിയൻ ലാംഗ്വേജ് വെർബുകൾ. അപ്പോൾ ഇറ്റാലിയൻ ലാംഗ്വേജിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെർബുകളാണ് എന്തൊക്കെ? എസ്സെരെ എ അവേരെ. നമ്മൾ സ്ട്രക്ചർ, നമ്മുടെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിലേക്ക് കടന്നു വരുന്നത് കേട്ടോ. ഓക്കെ, പേപ്പറില്ലാത്തവർക്കൊക്കെ വളരെ ഗുണം ചെയ്യും. പേപ്പറുള്ളവർക്കും, ഇനി ഉള്ളവർ പേപ്പറുണ്ടല്ലോ എന്തായാലും കുഴപ്പമില്ല എന്നുണ്ടാവും. എങ്കിലും ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഗുണം ചെയ്യും. ഓക്കെ, കമോൺ. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് എസ്സെരെ വെർബാണ് ഇറ്റാലിയൻ ലാംഗ്വേജിൽ പഠിക്കാൻ പോകുന്നത്. എസ്സെരെ വെർബ്, അവേരെ വെർബ്, രണ്ടെണ്ണമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെർബുകൾ ഇറ്റാലിയൻ ലാംഗ്വേജിൽ. ഇന്ന് എസ്സെരെയാണ്. ഇനി എസ്സെരെ വെർബിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയെ, നമ്മൾ ആരാണ്, ഇപ്പം അവൾ ആരാണ്, അല്ലെങ്കിൽ അവൻ ആരാണ്, അവൾ എന്താണ്, അവൾ എങ്ങനെയാണ്, അവളുടെ അവസ്ഥ, ആ സ്റ്റേറ്റ് ഓഫ് ദ ആ അവസ്ഥ. അവൾ ആരാണെന്ന് ചോദിച്ചാൽ അവൾ മരിയാണെന്ന് പറയാം, അല്ലെങ്കിൽ അവൾ എന്താണ്, ഡോക്ടറാണെന്നാ നേഴ്സാണെന്നാ പറയാം. അവളുടെ പ്രൊഫഷൻ, ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ അവളുടെ ഇമോഷൻ, അവൾ എങ്ങനെയാണ്, അവൾക്ക് വയ്യ, അവൾ സന്തോഷവതിയാണ് അല്ലെങ്കിൽ ദുഃഖിതയാണെന്നൊക്കെയാണ് ഇമോഷൻസ്. ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ്, ഞാൻ മരിയാണ് അല്ലെങ്കിൽ ജോയാണ് ഐഡൻറ്റിറ്റി. അതുപോലെ തന്നെ അവളുടെ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അവൾ ഡോക്ടറാണ്, നേഴ്സാണ്, എൻജിനീയറാണ്, ആനയാണ്, കുതിരയാണ്, എല്ലാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഞാൻ പറഞ്ഞ ഒന്ന് ഐഡൻറ്റിറ്റി, രണ്ടാമത്തെ അതിൻ്റെ പ്രൊഫഷൻ, മൂന്നാമത്തത് ഇമോഷൻസ്, ആ സ്റ്റേറ്റ്, പിന്നെ ഒറിജിൻ, അവളുടെ എഴുത്തുകാരിയാണ്, അവൾ എവിടെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ എസ്സെരെ വെർബിൽ പെടുന്ന വെർബുകൾ. ഒപ്പം തന്നെ മോവിമെന്തി എന്ന് പറഞ്ഞാൽ ചലന വെർബുകൾ, മൂവ്മെൻറ്റ്സ്, ചലന വെർബുകളും ഈ എസ്സെരെ വെർബുകളിലും എസ്സെരെ വെർബിൻ്റെ സെക്ഷനിൽ പെടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പെടുന്നത്. ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതെന്താ, മുഴുവൻ കേൾക്കണം. നിങ്ങളിങ്ങനെ സ്കിപ്പ് ചെയ്ത് ഇത് ശരിയില്ല എന്നൊന്ന് സ്കിപ്പ് ചെയ്ത് പോയാൽ ഇത് സ്കിപ്പ് ചെയ്ത് മരണം വരെ സ്കിപ്പ് ചെയ്ത് പോയിരിക്കും. കാരണം കണ്ടാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. ഞാൻ അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി, ഇതിന് വേണ്ടി തന്നെ അറിയാത്തവർക്കൊരു ഉപകാരമാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 5 കാര്യങ്ങളാണ് ഇതിലുള്ള: ഐഡൻറ്റിറ്റി, പ്രൊഫഷൻ, ഒറിജിൻ, ഇമോഷൻ, സ്റ്റേറ്റ്, അവസ്ഥ. ഓക്കെ, ഇതൊക്കെ ഇതിൽ. ഈ ചേഞ്ചസ് വെർബുകൾ അല്ലെങ്കിൽ മോവിമെൻറ്റി വെർബുകൾ. മോവിമെൻറ്റി എന്ന് പറഞ്ഞാൽ വരിക, പോകുക, ഓടുക. മോവിമെൻറ്റി വെർബുകളുണ്ടല്ലോ, കയറുക, ഇറങ്ങുക എന്നുള്ള വെർബുകളൊക്കെ. അതായത് ഇറ്റാലിയൻ വെർബുകൾ, ഇപ്പം ഞാൻ മലയാളം പറഞ്ഞതാണ്, നിങ്ങൾക്ക് കുറച്ച് വെർബുകൾ കിട്ടാനുണ്ട്. അപ്പം അതൊക്കെ ഇതിൽ പെടും. ഓക്കെ, ഇനി ഈ എസ്സെരെ വെർബ് എന്ന് പറഞ്ഞാൽ മെയിൻ വെർബ് പോലെ പ്രവർത്തിക്കും. എസ് എ മെയിൻ വെർബ് ഇതിൽ എസ്സെരെ വെർബിൻ്റെ കേട്ടോ. ഏത് എസ്സെരെ വെർബ് തന്നെ മെയിൻ വെർബ് പോലെ പ്രവർത്തിക്കാം. 2 ഓക്സിലറി വെർബ് പോലെ പ്രവർത്തിക്കും. അപ്പം ഞാൻ പറയാം കേട്ടോ, ഓക്സിലറി വെർബ് പോലെ പ്രവർത്തിക്കും. അപ്പം നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നൊരു ഓക്സിലറി വെർബ്, യെസ് ഐ വിൽ ടെൽ യു. ഓക്കെ, കൂൾ ഡൗൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓക്സിലറി വെർബ് പറഞ്ഞു അല്ലേ. മൂന്നാമത്തത് ഇറഗുലർ വെർബായിട്ട് പ്രവർത്തിക്കും. റെഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ നോട്ട് എ നോർമൽ, നോട്ട് എ റെഗുലർ അല്ല എന്ന് അർത്ഥം. ഇതിനൊക്കെ കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, 3. നാലാമത്തത് റിഫ്ലെക്സീവ് വെർബ് പോലെയും പ്രവർത്തിക്കും. ഏതിൽ? എസ്സെരെ വെർബിൽ, വെർബുകളുടെ ഇതിൽ. അപ്പം റിഫ്ലെക്സീവ് വെർബായിട്ട്. 5 ഇൻട്രാൻസിറ്റീവ് വെർബ്, ട്രാൻസിറ്റീവ് അല്ല ഇൻട്രാൻസിറ്റീവ് വെർബായിട്ടും ഇത് പ്രവർത്തിക്കും. ഇതിലുണ്ട്, ആ വെർബുകളും ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എസ്സെരെ കുറിച്ച് പറയാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി അപ്പോൾ എസ്സെരെ ആദ്യത്തെ കുറച്ച് 5 കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ഒരു 5 തരം വെർബുകൾ ഇതിലൊക്കെ ഉൾപ്പെടുന്നു പറഞ്ഞു അല്ലേ. ഇനി ഞാൻ പറയാൻ പോരുന്നത് ഈ എസ്സെരെ ഫോമാണ്. എസ്സെരെ എങ്ങനെയാണ് അതിൻ്റെ ഫോം, വെർബ് ഫോം. ഓക്കെ, അപ്പോൾ അത് പറയാം ആദ്യം തന്നെ. അപ്പോൾ എസ്സെരെ വെർബ് ഫോം എന്ന് പറഞ്ഞാൽ ഇയോ സോണോ, നമ്മൾ വെർബ് ഫോം എടുക്കുകയാണെങ്കിൽ എന്തെന്ന് പറയും, അയാം എന്ന് പറയും അല്ലേ. ഇംഗ്ലീഷിൽ അയാം, യു ആർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇറ്റാലിയനിൽ നമുക്കുണ്ട് ഇങ്ങനെ
അയാം എന്ന് പറയുന്നതിന് നമ്മൾ പറയും ഇയോ സോണോ. എന്താ പറയുക? ഇയോ സോണോ. അപ്പം നമ്മൾ യു ആർ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? യു ആർ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്, നീയാണ്. നിങ്ങളല്ല, നീയാണ്. ഇത് സിംഗുലാർ സെക്ഷനാണ്. അപ്പോൾ നീയാണെന്ന് പറയുമ്പോൾ തു സെയ്, നീയാണ്. തു സെയ്, നീയാണ്. ഞാനാണ്, നീയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല എസ്സരെ, അത് പറഞ്ഞില്ലല്ലേ, വിട്ടുപോയി. എസ്സരെ എന്ന് പറഞ്ഞാൽ ചുബിയാണ്, ആകുക. അതിൻ്റെ അർത്ഥം തന്നെ ആകുക, ചുബി. എസ്സരെ കേട്ടാ അർത്ഥം. ഓക്കെ, കമോൺ. എന്നിട്ട് ഇയോ ഞാനാണെന്ന് പറഞ്ഞിട്ട് ഇയോ സോണം. തു സെയ്, നീയാണ്. അപ്പം പറയുന്നത് ഹീ ഓർ ഷീ, അവനോ അവളോ ആണ് എന്ന് പറയുള്ളൂ അല്ലേ? നമ്മൾ ഈസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഹീ ഈസ്, ഷീ ഈസ്. അപ്പം നമ്മൾ ഞാൻ പറയാം എന്താന്ന് പറയേണ്ടത്? അല്ല, ഞാനല്ല, ഇറ്റാലിയയിൽ എന്തെന്ന് പറയും? ലൂയി എ ഓർ ലേയി എ. മനസ്സിലായ? അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സിംഗുലർ സെക്ഷനാണ് 3 കഴിഞ്ഞത്. ഇയോ സോണോ, അയാം. തു സേ, യു ആർ, നീയാണ് കേട്ടോ അർത്ഥം. നീയാണ്, ഞാനാണ്. ഹീ ഈസ് എന്ന് പറയുമ്പോൾ ലൂയി എ, ലേയി എ. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? 3 കഴിഞ്ഞു. അടുത്ത സെക്ഷൻ നമ്മൾ പ്ലൂരാലെ സെക്ഷനാണ്. അപ്പോൾ എന്തെന്ന് പറയും? വി ആർ അല്ലേ? വി ആർ എന്തെന്ന് പറയും നമ്മൾ? നോയ് സ്യാമോ. നോയ് സ്യാമോ, ദാറ്റ് മീൻസ് വി ആർ, ഞങ്ങളാണ്. ഓക്കെ, അടുത്തത് യു ആർ, പ്ലൂരാലെ കേട്ടോ. യു ആർ. ഞാൻ എന്താ പ്ലൂരാലെ എന്ന് പറഞ്ഞ മുകളിലും യു ആർ എന്ന് തന്നെ പറഞ്ഞത്. സെക്കൻഡ് യു ആർ. അപ്പോൾ വോയ് സിയത്തെ. മനസ്സിലായ? വോയ് സിയത്തെ, നിങ്ങളാണ്. നിങ്ങൾ ആണ്, ആണ്. സിയത്തെ ആണ്, വോയ് സിയത്തെ. ഓക്കെ, ദേ ആർ. അതെന്തെന്ന് പറയാ? ലോറോ സോണോ, അവരാണ്. ലോറോ സോണോ, അവരാണ്. ദേ ആർ. ഗോട്ട് ഇറ്റ്? കിട്ടിയാ നിങ്ങൾക്ക്? ഇതാണ് ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ എസ്സെരെ വെർബിൻ്റെ ഫോം. മറക്കരുത്, ഇത് പഠിക്കണം കേട്ടോ. ഈ ഒരു ഫോം ഉണ്ടല്ലോ, ഇത്ര കുറച്ചുള്ളോ? ഇയോ സോണോ, തു സെയ്, ലൂയി എ ഓർ ലേയ് എ, നോയ് സിയാമോ, വോയ് സിയത്തെ, ലോറോ സോണോ. പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് പഠിക്കണം. എഴുതിയ പോലെ തന്നെ വായിക്കുക. അത് ABCD പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എസ്സെരെ. ഒരു കൺക്ലൂഷൻ കൊടുക്കുക. അതിന് എസ്സെരയ്ക്ക് എന്താണ്? എസ്സെരെ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റിനെ പ്രതിനിധാനം ചെയ്യുക. നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അവൾ ആരാണ്, അവൾ എന്താണ്, അവൾ എവിടെയാണ് എന്ന് നോക്കാൻ. അവളുടെ പ്രൊഫഷൻ, അവൾ ഡോക്ടറാണോ, ആരാണോ, ഇനി അവളുടെ പേരെന്താണ്, പിന്നെ അവളുടെ ഒറിജിൻ, അവൾ എവിടെയാണ്, അത്. പിന്നെ അവളുടെ അവസ്ഥ, അവൾ എങ്ങനെയാണ്, അവളുടെ ഇമോഷൻസ്, അവൾ ദുഃഖിതയാണ്, സന്തോഷവതിയാണ്, അങ്ങനെയുള്ളത്. ഇതൊക്കെയാണ് എസ്സെരെ വെർബിൽ പെടുക എന്ന് ഞാൻ പറഞ്ഞു. ആ വെർബുകളൊക്കെ ഇതിൽ പെടും. ചലന വെർബുകൾ, കയറുക, ഇറങ്ങുക, ഓടുക, നടക്കുക, വരിക, പോകുക എന്ന് പറയുന്ന വെർബുകൾ, ചലന വെർബുകൾ അല്ലേ, അതൊക്കെ ഈ എസ്സെരെ എന്ന് പറഞ്ഞ വെർബിലാണ് പെടുക. പിന്നെ 5 തരം വെർബുകളും ഇതിലുണ്ട്. അത് ഏതൊക്കെയാണ്? 1, എസ്സെരെ വെർബിലെ മെയിൻ വെർബ് പോലെ പ്രവർത്തിക്കും എസ്സെരെ വെർബ്. 2, എസ്സെരെ വെർബിലെ ആ ഓക്സിലറി വെർബ് പോലെയും പ്രവർത്തിക്കും. 3, ഇറഗുലർ വെർബാണ് എസ്സെരെ വെർബ്. ഇറഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ നോട്ട് എ റെഗുലർ. ഓക്കെ. 4 ഇൻട്രാൻസിറ്റീവ് വെർബുകളാണ് ഏത്? എസ്സെരെ വെർബിൽ ഉള്ളത്. ഇൻട്രാൻസിറ്റീവ് വെർബുകളും ഉണ്ട്. 5 റിഫ്ലക്സീവ് വെർബുകളാണെന്ന് പറഞ്ഞാൽ അതും എസ്സെരെ വെർബിലാണ് ഉള്ളത് കേട്ടോ. ഓർക്കണം, ഇൻട്രാൻസിറ്റീവ് വെർബാണ് എസ്സെരയിലുള്ളത് കേട്ടോ. അപ്പോൾ ട്രാൻസിറ്റീവ് അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എസ്സെരെ വെർബിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ അതിൻ്റെ ഫോമാണ് ഇയോ സോണോ, തു സെയ്, ലൂയി എ, ലേ എ, നോയ് siamo, voi siete, loro sono. Okay, thank you for watching. See you next video. Okay, ciao. God bless you.